വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലൊരു ക്യാമറയും നല്ലൊരു റെക്കോർഡുമാണ് ആ കുട്ടികൾ. റെക്കോർഡ് നല്ല നിങ്ങൾ പറയുമ്പോൾ ഒക്കെ അവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കണ്ണുകളിൽ ക്യാമറകളിൽ പകർത്തുകയും ചെവിയിലൂടെ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ചാവക്കാട് ഉണ്ടായിരുന്നു. ചാവക്കാട് എന്നോടൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് UKG പഠിക്കുന്ന കുട്ടിനെ കൊണ്ടായി പറയുന്നത്? എൻ്റെ പൊന്നു സാറേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട, എവിടുന്ന് കേട്ടതാണ്, എങ്ങനെ പഠിച്ചതാണ്, എന്താണെന്ന് ഞാൻ അറിയില്ല, ഇത് വായി എടുത്താൽ വൃത്തിയോടല്ലാതെ പറയൂല ഈ പന്നീന്ന്. അപ്പൊ ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നതാ? അപ്പൊ അതാണ് അവർ ഏറ്റവും നല്ലൊരു റെക്കോർഡറുമാണ്. അതേ സമയത്ത് അവർ ഒരു ക്യാമറ പിടിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പലതും ഈ പരിസ്ഥിതിയിൽ നിന്ന്, അതായത് മീൻസ് വീട്ടിൽ നിന്ന്, മദ്രസയിൽ നിന്ന്, അവർ പുറത്ത് എവിടെയൊക്കെ പോകുന്നു അവിടെ നിന്നൊക്കെ അവർ കിട്ടുന്നതൊക്കെ സ്വീകരിക്കും. അത് വ്യക്തമായ ഒരു ഗൈഡൻസ് നമ്മളെ, അതിന്റെ സത്യവും മിഥ്യയും, ന്യായവും അന്യായവും, തെറ്റും ശരിയും, സന്മാർഗവും അസാൻമാർഗികവും, ഇതൊക്കെ തമ്മിൽ വേർതിരിച്ചിട്ട് ആ കുട്ടിക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കണം. ഇനി നമ്മൾ സംസാരം കുറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ഞെട്ടിച്ചൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ നന്നാവും? അതല്ല, അങ്ങനെയൊന്നും പേടിപ്പിക്കാൻ ഞെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ നിരന്തരം കുട്ടികളോട് സംസാരിക്കും, കഴിയുന്നത് ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ പറയും. അല്ലാത്ത സമയത്തും ഒരു ദിവസം അതിന് സമയം കണ്ടെത്തണം, കാര്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു ബെസ്റ്റ് ലിസണർ ആവണം. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ, ഉമ്മ ഞാൻ അതിലെ പോകുമ്പോ എന്നൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞപ്പോ, നീ എന്തിനാ അതിലേ പോയത്? അല്ലുമ്മ ഞാൻ അതിലല്ല പോയത്, ഞാൻ ഇതിലേ പോയത്. അതന്നെ ഞാൻ പറഞ്ഞു, ഇതിലെന്തിനാ പോയതെന്ന്. അപ്പൊ അവർക്ക് മുഴുവൻ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. പറയുന്നതിന് മുമ്പ് നമ്മൾ വാളെടുക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഇത് പറയാം, നമ്മൾ ഉപദേശിക്കാനെന്ന് വിളിച്ചിട്ട് എന്തോന്നും ഉപദേശം ഇഷ്ടപ്പെടാത്തത്? നിങ്ങൾ ചെയ്യുന്ന ഉപദേശമല്ല. നിങ്ങൾ ചക്ക എന്ന് പറഞ്ഞിട്ട് മാങ്ങയാണ് കൊടുക്കുന്നത്. ചക്ക എന്നുള്ള പേരിൽ നിങ്ങൾ മാങ്ങ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത്. ഉപദേശം എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കും. കംപ്ലീറ്റ് കുറ്റപ്പെടുത്തലായിരിക്കും. അല്ലെങ്കിൽ കമ്പാരിസൺ, വേറെ ആരെങ്കിലും സുബൈദാന്റെ കുട്ടിനെ കണ്ട് പഠിക്ക്, അല്ലെങ്കിൽ മറ്റേ അപ്പുറത്തെ വീട്ടിലെ കുട്ടിനെ കണ്ട് പഠിക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്, അല്ലെങ്കിലോ പറഞ്ഞൊരു പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കും. എന്തെങ്കിലും ഈ പറഞ്ഞൊരു കുലുമാല് ഈ ഉപദേശം എന്ന് പറഞ്ഞ സംഭവത്തിലുണ്ടാവുക. അതിന് ഉപദേശം ഒന്നും പറയില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കൊടുക്കുന്നത് ചക്കക്ക് പകരം മാങ്ങയാണ്. അതാണ് കുട്ടികൾ ഇഷ്ടപ്പെടാത്തത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുന്നത്, ഇവരുടെ സ്വഭാവം ഈ പരിസ്ഥിതിയിൽ നിന്ന് മടങ്ങി വരികയാണ്. ഈ പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അവര് ഈ സത്യവും മിഥ്യയും, തെറ്റും ശരിയും, നീതിയും അനീതിയും ഒക്കെ അവർക്ക് വരും. അത് ഏതാണെന്ന് അവർക്ക് അറിയില്ല. അതിനൊരു ഗൈഡൻസ് ആണ് രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്നത്. അത് തല്ലിയിട്ടും പിടിച്ചിട്ടും കുത്തിയിട്ടും പരിഹസിച്ചിട്ടും അല്ല, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നല്ല സമാധാനത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത്, നമ്മൾ മോനെ എന്നൊക്കെ വിളിച്ചിട്ട്, നമ്മൾ മോനെ എന്ന് വിളിക്കാൻ മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. മോനെ എന്നൊക്കെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. അത് ക്രമേണ ശരിയാ കുട്ടികൾ അതിങ്ങനെ സ്വീകാര്യമായി വരും. അപ്പൊ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നമുക്ക് ചേർന്നതല്ല, നമ്മളെ കുടുംബത്തിന് ചേർന്നതല്ല, അങ്ങനെ അത് തെറ്റാണ്, ഇനി അങ്ങനെ ചെയ്യരുത്. ആ രീതിയിൽ നിങ്ങൾ ശൈശവം മുതൽ കുട്ടികളോടൊപ്പം കൂടിയിട്ട് ഒരു തോട്ടക്കാരനും പോലെ നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് 6 മാസം ഗൾഫിൽ പോയി നിൽക്കാൻ പോയാൽ വരുമ്പോൾ ചെടികൾ ഉണങ്ങിപ്പോകും. അതുപോലെ മക്കളും ഈ തോട്ടക്കാരനും പോലെ അതിന് ആവശ്യത്തിന് വളം കൊടുക്കണം, സൂര്യപ്രകാശം കിട്ടണം. അതുപോലെ മക്കളെ പരിചരിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച രീതി, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കുടുംബത്തിനും സമൂഹത്തിനും അതിലുപരി രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട്
വളർത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ജോലിയൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും, എഞ്ചിനീയറൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഈ സ്വഭാവ രൂപീകരണം ഇവിടുന്ന് കിട്ടിയത് തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. അതിൽ തെറ്റൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇതാണ് ശരി, ഇത് തെറ്റാണ് എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ കുട്ടി നല്ല സ്വഭാവത്തിന് ഉടമയായി മാറുന്നുള്ളൂ. റൈറ്റ്? അപ്പൊ സ്വഭാവം എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. എന്തെങ്കിലും കോൾ ഓഫ് മൈക്ക് ഇല്ലെങ്കിൽ ഈ മൈക്ക് ഒരു